നമസ്കാരം. വാരാണസിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കണക്കുകൾ AICC നേതൃത്വം പുറത്തുവിട്ട സാഹചര്യമാണ്. വെറും 1,52,513 വോട്ടുകൾക്കാണ് നരേന്ദ്രമോദി വിജയിച്ചത്. വോട്ടെണ്ണലിൻ്റെ ആദ്യ 4 റൗണ്ടുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ് മുന്നിട്ട് നിന്നിരുന്നു. 27% വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ 8,200 വോട്ടുകൾക്ക് അജയ് റായ് നരേന്ദ്രമോദിയേക്കാൾ മുന്നിലെത്തിയത് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി നേതൃത്വങ്ങൾക്കിടയിൽ വലിയ ആഹ്ലാദമുണ്ടാക്കി. ഇന്ത്യയിലെ മാധ്യമങ്ങൾ പോലും ഈ ഒരു നിമിഷം ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ആശ്ചര്യം രേഖപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ പിന്നിലായിരിക്കുന്ന സാഹചര്യം, അതും 5000-ൽ പരം വോട്ടുകൾക്ക് പിന്നിൽ. ഈ ലീഡ് 8,000-ന് മുകളിലേക്ക് ഉയർന്നപ്പോൾ നരേന്ദ്രമോദി പരാജയപ്പെടുമോ എന്ന പ്രതീക്ഷയും കോൺഗ്രസ് സമാജ്വാദി പാർട്ടി നേതൃത്വങ്ങൾക്കിടയിൽ ഉയർന്നു. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ ഒരു കാര്യം ഉറ്റുനോക്കിയിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങളൊക്കെ മാറി മറിയുകയും നരേന്ദ്രമോദിക്ക് ലീഡ് ലഭിക്കുകയും ചെയ്തു. അജയ് റായ് ഇപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതികരിക്കുകയാണ്. വാരാണസിയിലെ വോട്ടർമാരും സമാജ്വാദി കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തിന് വലിയ സ്വീകരണം നൽകി. ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെയാണ് നരേന്ദ്രമോദിയുടെ വിജയം സാധ്യമാക്കിയതെന്നും യഥാർത്ഥ വിജയി അജയ് റായ് തന്നെയാണെന്നും അവർ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അജയ് റായ് 4,60,000-ഓളം വോട്ടുകൾ നേടിയിരുന്നുവെന്നതും ലീഡ് നില 6,000 മുതൽ 8,000 വോട്ടുകൾ വരെ മാറി മറിഞ്ഞുവെന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി 37 സീറ്റുകളും കോൺഗ്രസ് 6 സീറ്റുകളും നേടി. കൂടാതെ നഗീന മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ച് ചന്ദ്രശേഖർ ആസാദ് നേടിയ വിജയം കൂടി ചേർത്താൽ ഇന്ത്യ മുന്നണി 44 സീറ്റുകളാണ് കരസ്ഥമാക്കിയത്. ഇവിടെയാണ് കണക്കുകളെല്ലാം തന്നെ തെറ്റുന്നത്. വാരാണസിയിലെ പല വീടുകളിലും 50-ലധികം വോട്ടർമാരെ കുത്തിത്തിരുക്കി കയറ്റിയതായും ആരോപണമുണ്ട്. വാരാണസിയിലെ കണ്ടോൺമെൻറ്റ് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും നടന്ന വോട്ട് തിരിമറികളെ ന്യായീകരിക്കാൻ BJP ശ്രമിക്കുന്നത് അവ പല മഠങ്ങളിലുമുള്ള വോട്ടുകളാണെന്നും അവിടെ സന്യാസിമാർ താമസിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. 16 വർഷവും 200-ലധികം ദിവസവും അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിലിരുന്നു. അദ്ദേഹത്തിന് ശേഷം 2ാം സ്ഥാനത്ത് ഇന്ദിരാഗാന്ധിയെ മറികടന്ന് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. എന്നാൽ നരേന്ദ്രമോദിയെ ജനാധിപത്യപരമായി തിരഞ്ഞെടുത്തതല്ലെന്നും അദ്ദേഹത്തിൻ്റെ വിജയം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകാനായിട്ട് ഒരുങ്ങുകയാണ്. ഉത്തർപ്രദേശിലെ ഇന്ത്യ മുന്നണി സഖ്യത്തിനു വേണ്ടി പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജിയാണ് കപിൽ സിബൽ മുന്നോട്ട് വയ്ക്കുന്നത്.